യുഎസിന്റെ തീരുവ ഭീഷണി മറികടക്കുവാൻ റഷ്യയോടും ചൈനയോടും ഇന്ത്യ അടുക്കുന്നതിനിടെ പുതിയ സമ്മർദ്ദ തന്ത്രവുമായി ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്ന് യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളോട് വൈറ്റ് ഹൌസ് ആവശ്യപ്പെട്ടതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യുഎസ് ചെയ്തതുപോലെ ഇന്ത്യക്ക് അധിക തീരുവ ഏർപ്പെടുത്തുവാനും ട്രംപ് നിർദ്ദേശിച്ചെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഇന്ത്യയിൽ നിന്ന് എണ്ണയും പ്രകൃതിവാതകവും വാങ്ങുന്നത് നിർത്തലാക്കുന്നത് ഉൾപ്പെടെയുള്ള ഉപരോധങ്ങളാണ് US നിർദ്ദേശിച്ചിട്ടുള്ളത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടർന്നതിനാലാണ് ഇന്ത്യക്ക് US അധിക തീരുവ ചുമത്തിയത്. എന്നാൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെ ഇതുവരെ യൂറോപ്യൻ രാജ്യങ്ങൾ പരസ്യമായി എതിർത്തിട്ടില്ല. ഇന്ത്യക്കെതിരെ ഉയർന്ന തീരുവ ചുമത്തിയ ട്രംപിന്റെ തീരുമാനത്തെയും യൂറോപ്യൻ രാജ്യങ്ങൾ പിന്തുണയ്ക്കുകയോ തള്ളിപ്പറയുകയോ ചെയ്തിട്ടില്ല. ചൈനയാണ് റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത്. യൂറോപ്പും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയിരുന്നു. എന്നാൽ ചൈനയെയും യൂറോപ്പിനെയും ഒഴിവാക്കി ഇന്ത്യയെ മാത്രമാണ് ട്രംപ് തീരുവ ചുമത്തി ശിക്ഷിച്ചത്. US പ്രതിരോധ വകുപ്പിന്റെ പഴയ പേരായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാർ തിരികെ കൊണ്ടുവരാനുള്ള നടപടികളുമായി വൈറ്റ് ഹൌസ് മുന്നോട്ട്. കഴിഞ്ഞ ദിവസത്തെ ഓവൽ ഓഫീസ് യോഗത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ആശയം നടപ്പാക്കാനാണ് നീക്കം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാർ ആയിരുന്നപ്പോൾ കേൾക്കാൻ നല്ല ഗാംഭീര്യമുള്ളതായിരുന്നുവെന്ന് ട്രംപ് അഭിപ്രായപ്പെട്ടിരുന്നു. സർക്കാരിലെ ഏറ്റവും വലിയ വകുപ്പാണ് പ്രതിരോധത്തിൻ്റെത്. പേര് യുദ്ധവകുപ്പ് എന്നാക്കി മാറ്റാൻ സാധാരണ നിലയിൽ കോൺഗ്രസിന്റെ അംഗീകാരം കൂടി വേണ്ടിവരുമെങ്കിലും അതൊഴിവാക്കി മറ്റു എളുപ്പമാർഗം തേടാനാണ് വൈറ്റ് ഹൌസ് ശ്രമിക്കുന്നതെന്ന് വാൾ സ്ട്രീറ്റ് ജേണൽ പത്രം റിപ്പോർട്ട് ചെയ്തു. പ്രതിരോധം ശക്തമല്ല, കടന്നാക്രമണം നടത്താനുള്ള US സേനയുടെ ശേഷിയിലും ശ്രദ്ധയൂന്നണമെന്നാണ് ട്രംപിന്റെ നിലപാട്.